സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഒരുപാട് പേര് ഫണ്ടിങ് ലഭിക്കും. ഇതൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ പോലെ. നമുക്ക് ഈ വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ എന്താണ്, അതിൽ ലഭിക്കുന്ന ബെനിഫിറ്റുകൾ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് ടാക്സ് ഹോളിഡേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, 3 ഇയർ ടാക്സ് ഹോളിഡേ ലഭിക്കും. അതുപോലെ തന്നെയാണ് സീഡ് ഫണ്ട്. അല്ല, നമ്മൾ അങ്ങോട്ട് അപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ എന്തേ ഉള്ളൂ, നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. നമ്മൾ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഒരുപാട് പേര് തെറ്റിദ്ധാരണയാണ് എനിക്ക് 3 ഇയർ ടാക്സ് ഹോളിഡേ ലഭിക്കും, അതുപോലെ സീഡ് ഫണ്ടിങ് ലഭിക്കും. ഇതൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ പോരാ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ പറയുന്ന മറ്റൊരു പേരാണ് DPIT രജിസ്ട്രേഷൻ. നമുക്ക് ഈ വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ എന്താണ്, അതിൽ ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, വേറെ ബെനിഫിറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണോ എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ അഥവാ DPIT രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. നമ്മൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക, പാറ്റന്റിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് ടെൻഡറുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ടൈമിന് ഒരുപാട് റിലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിൽ കിട്ടുന്ന മെയിൻ ബെനിഫിറ്റുകൾ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് ടാക്സ് ഹോളിഡേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ടാക്സ് ഹോളിഡേ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൽ അണ്ടർ സെക്ഷൻ 80 IAC ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മുടെ സ്റ്റാർട്ടപ്പ് എന്തായിരിക്കണം, അതിന് എലിജിബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, 3 ഇയർ ടാക്സ് ഹോളിഡേ ലഭിക്കുള്ളൂ. ഈ ടാക്സ് ഹോളിഡേ എന്ന് പറയുന്ന ടൈമിന് ഒരിക്കലും GST കൊടുക്കേണ്ടെന്നല്ല, GST-നല്ല, അത് സെയിൽസ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് അഥവാ നമ്മൾ വാർഷിക വരുമാനത്തിന്റെ മുകളിൽ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ മുകളിൽ ടാക്സ് അടക്കണം. കമ്പനി ആണെങ്കിൽ 25% ടാക്സ് പ്ലസ് അതിന്റെ മുകളിൽ 4% സെസ്സും. LLP ആണെന്നുണ്ടെങ്കിൽ 30% പ്ലസ് അതിന്റെ മുകളിൽ 4% സെസ്സാണ് നമ്മൾ അടക്കേണ്ടതായിട്ടുള്ളത്. ഈ ഒരു എമൗണ്ട് 100% നമുക്ക് എന്താണ് എക്സംപ്റ്റഡ് ആയിട്ട് ലഭിക്കുകയാണ്. നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്ത് ആദ്യത്തെ 1-2 വർഷം തന്നെ നമുക്കിത് പ്രോഫിറ്റ് ഉണ്ടായിക്കോളണമെന്നില്ല. എന്നാൽ ഒരു 4 വർഷം 5 വർഷം കഴിയുമ്പോൾ നല്ലൊരു മാർജിൻ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടാക്സ് അടക്കേണ്ടി വരും. ഇങ്ങനെ ടാക്സ് അടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ടാക്സ് അടക്കുന്ന ഏതെങ്കിലും ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് നല്ലൊരു ടാക്സ് അടക്കാൻ വരുന്നതെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഈ ടാക്സ് എക്സംപ്ഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ഇയേഴ്സ് നമ്മളത് യൂസ് ചെയ്യണം. അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വിത്തിൻ 10 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു 3 വർഷങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്യൂർലി 100% ഗവൺമെന്റിലേക്ക് 1 രൂപ പോലും ടാക്സ് അടക്കാതെ നമ്മളെ പ്രോഫിറ്റ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്. ഇത് പലരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ DPIT രജിസ്ട്രേഷൻ മാത്രം എടുത്തു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ അതിന് എലിജിബിൾ ആവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഒരിക്കലും സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന് എലിജിബിൾ ആവില്ല. അണ്ടർ സെക്ഷൻ 80 IAC പ്രകാരം നമുക്ക് ആ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ എന്താ ഉള്ളൂ, 80 IAC അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ മസ്റ്റാണ് എടുക്കേണ്ടത്. അത് കരുതിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളെ കമ്പനി ടാക്സ് എക്സംപ്റ്റഡ് ആവണം. അതുപോലെ നമ്മൾ അണ്ടർ സെക്ഷൻ 80 IAC പ്രകാരം നമ്മളെ കമ്പനി ഒരിക്കലും എലിജിബിൾ ആവുന്നില്ല അവിടുന്ന്. അതിന് നമ്മൾ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സീഡ് ഫണ്ടിങ്. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീഡ് ഫണ്ടിങ് ബോണ്ടുകളൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് വേറെ സൈറ്റിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ എന്തേ ഉള്ളൂ സീഡ് ഫണ്ടിങ് കിട്ടുള്ളൂ. അല്ല ജസ്റ്റ് ഒരു DPIT രജിസ്ട്രേഷൻ എടുത്തു, ഞാൻ DPIT രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്, എനിക്ക് ടാക്സ് എക്സംപ്ഷൻ ലഭിക്കുന്നു, അതുപോലെ ഈ സീഡ് ഫണ്ടിങ് ഒക്കെ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ഒരിക്കലുമല്ല, നമ്മൾ അങ്ങോട്ട് അപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ എന്തേ ഉള്ളൂ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇൻ്റർവ്യൂ ഉണ്ടാവും, ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് നമ്മളെ ഐഡിയ അല്ലെങ്കിൽ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നമ്മൾ എന്താണ് നമ്മളെ സ്റ്റാർട്ടപ്പ് അത് നമ്മൾ അവതരിപ്പിക്കണം. അത് അവർക്ക് ഓക്കെയാണ്, വില്ലിങ് ആണെങ്കിൽ മാത്രമേ എന്തിട്ടുള്ളൂ സീഡ് ഫണ്ടിങ് നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതെന്താ വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഈ സീഡ് ഫണ്ടിങ് ലഭിക്കാനും അതുപോലെ ടാക്സ് എക്സംപ്ഷൻ ലഭിക്കാനുള്ള ഫസ്റ്റ് എൻട്രി മാത്രമാണ് DPIT അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ കിട്ടിയാൽ നിർബന്ധമായിട്ടും 80 IAC പ്രകാരം നമ്മളെ കമ്പനി എന്താവില്ല, ടാക്സ് എക്സംപ്ഷന് അലൗഡ് ആവില്ല. അതിന് കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് ആപ്റ്റ് ആവുന്ന സമയത്ത് മാത്രമേ ടാക്സ് എക്സംപ്ഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ ആവട്ടെ അല്ലെങ്കിൽ DPIT രജിസ്ട്രേഷൻ ആവട്ടെ, ഇങ്ങനത്തെ രജിസ്ട്രേഷനുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷന് ടാക്സ് എക്സംപ്ഷൻ സർട്ടിഫിക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.